ദൈവത്തിൻ്റെ വിശ്വസ്തത തലമുറയിലേക്ക് കൈമാറുന്നു. ഇന്നലെ രാത്രി കർത്താവിൻ്റെ പാസ്റ്റർ വചനം എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യം തോന്നി. ആമേൻ. കാരണം മോശയുടെ മാതാപിതാക്കൾ എടുത്ത ഒരു ധൈര്യമാണ് ആമേൻ ഹല്ലേലൂയ മോശയുടെ ലൈഫിനെ മാറ്റിമറിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ അകത്ത് കർത്താവ് നൽകിയൊരു സിമ്പിളായിട്ടൊരു വളരെ ലളിതമായൊരു സന്ദേശമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന, ഞാനും ഒരു അപ്പനാണ് ആമേൻ, അതിനകത്ത് പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യം ദൈവസന്നിധിയിലെ നമ്മുടെ വിശ്വസ്തതയാണ്. ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിശ്വസ്തത വാക്കിനകത്ത്, പ്രവൃത്തിക്കകത്ത്, ചിന്തകൾക്കകത്ത്, കൊടുക്കൽ വാങ്ങലുകൾക്കകത്ത് ഒക്കെ പലപ്പോഴും നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവിശ്വസ്തതകൾ വന്നു ഭവിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത പിതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ മാതാക്കളിലൂടെ ഉള്ളത് തലമുറകളിലേക്ക് കൈമാറുന്ന ഒത്തിരി അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആമേൻ ഒരു ചെറിയൊരു സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം ആമേൻ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് എടുക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ആമേൻ ക്ഷണിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കണം. എന്നാൽ 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ആദ്യം നമ്മളൊന്ന് വായിക്കുന്നു. 15-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ആദ്യം ഒന്ന് വായിച്ചിട്ട് എൻ്റെ കൂടെ 12-ാമത്തെ വാക്യം മുതൽ നമുക്ക് ചിന്തയോടെ ധ്യാനത്തോടെ ആയിരിക്കാം വായിക്കാം. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. അടുത്ത് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. തിരുവായി കൊണ്ട് പറഞ്ഞോ, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് പറഞ്ഞേ സഭ പറയാനാ ഞാൻ ആഗ്രഹിച്ചത്. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ. ഇന്ന് കാണും പോലെ. എന്നോട് ചേർന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇന്ന് കാണും പോലെ. തിരുവായി കൊണ്ട് ആരോട് പറഞ്ഞു? എൻ്റെ അപ്പനോട് പറഞ്ഞു. അത് ഇന്ന് കാണും പോലെ. ആ വാക്കാണ് എനിക്ക് സന്തോഷം. ഇന്ന് കാണും പോലെ അങ്ങ് എന്ത് ചെയ്തിരിക്കുന്നു? തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. എന്ത് ചെയ്തിരിക്കുക? ഒന്ന് പറഞ്ഞു, എന്ത് ചെയ്തിരിക്കുക? ആമേൻ. ഇന്ന് പകൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് പറയും, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എൻ്റെ ദൈവം നിവർത്തിച്ചിരിക്കുകയാണ്. ആമേൻ. ഒന്നുകൂടെ പറയാം, എൻ്റെ പിതാവിനോട്, എൻ്റെ മാതാവിനോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം എന്നിലൂടെ എന്ത് ചെയ്തിരിക്കുക? നിവർത്തിച്ചിരിക്കുക. ഞാൻ അതിനെ 2 വ്യൂവിലും കൊണ്ടുവരാം. മാതാപിതാക്കളെ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നമ്മുടെ മക്കളുടെ മേൽ ഇന്ന് കാണും പോലെ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാവുന്നത് പോലെ ദൈവം അത് നിവർത്തിച്ചിരിക്കുന്നു. നിവർത്തിക്കുമെന്നല്ല, നിവർത്തിച്ചിരിക്കുന്നു. ഹലോ, നിവർത്തിച്ചിരിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി ആമേൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മൾ ശാന്തമായി അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ യെസ്. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിൻ മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് കൈമലർത്തി. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന്റെ മുൻപിൽ ഇസ്രായേൽ സഭയുടെ സമക്ഷത്തു നിന്നുകൊണ്ട് കൈമലർത്തി. അടുത്ത് ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട് താമ്രം കൊണ്ടൊരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്നവനായ നിന്നെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവവുമില്ല. എത്ര പിതാക്കന്മാർ ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് പകൽക്കാലം. എത്ര മാതാക്കൾ ഇന്ന് പകൽക്കാലം ഇത് അനുഭവിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടുത്ത വാക്ക്,
പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ നടക്കുന്ന ദാസന്മാർക്കായി. ഇനി അതിനെ ആമേൻ ഹല്ലേലൂയ ഉറപ്പിക്കുകയാണ് 15-ാമത്തെ വാക്യത്തിൽ. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് വാഗ്ദത്തം ചെയ്തതൊക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു മകന്റെ സാക്ഷ്യമാണ് ആമേൻ നിന്റെ മുൻപാകെ നടന്ന ആമേൻ നിന്റെ ദാസനും എൻ്റെ അപ്പനുമായ ദാവീദിനോട് അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ, അങ്ങ് പറഞ്ഞ ശബ്ദങ്ങളൊക്കെ ആമേൻ അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പോലെ, ഇന്ന് കാണുന്നത് പോലെ അവിടുന്ന് തിരുവായി കൊണ്ട് പറഞ്ഞത് തൃക്കൈ കൊണ്ട് അവിടുന്ന് എന്ത് ചെയ്തിരിക്കുക? നിവർത്തിച്ചിരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1-2 സ്റ്റേറ്റ്മെന്റ്സുകൾ പരിശുദ്ധാത്മാവിൽ വേഗത്തിലൊന്ന് പറയാൻ ഞാൻ ക്രിസ്തുവിൽ അവിടുന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. എല്ലാരും പറഞ്ഞേ, യഹോവ അരുളി ചെയ്ത വചനം എന്ത് ചെയ്തിരിക്കുക? നിവർത്തിച്ചിരിക്കുകയാ. ആരോട് അരുളി ചെയ്ത വചനം? ഞാൻ ഇന്നത്തെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ പറയുന്നു. പിതാവിനോട്, മാതാവിനോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം ദൈവം അതേപോലെ എന്ത് ചെയ്തിരിക്കുക? നിവർത്തിക്കുക. ചേർന്നൊരാമേൻ പറയാമോ? അമേ. അങ്ങനെങ്കിൽ ഇന്നു പകൽ മക്കളുള്ള മാതാപിതാക്കൾ എന്നെ കേട്ടിട്ട് പറയണം, ഈ സ്റ്റേറ്റ്മെന്റ്സ് മോശമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ആമേൻ, പക്ഷേ അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ആത്മീയ ഉഡായിപ്പുകൾ കാണിച്ചാൽ, ആത്മീയമായ കുഴപ്പങ്ങൾ കാണിച്ചാൽ നമ്മളെക്കാൾ ഉപരി അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ തലമുറകളായിരിക്കും. തിരിച്ച് ആമേൻ ഹല്ലേലൂയ, ആത്മീയ നന്മകളിൽ, ആത്മീയ സന്തോഷത്തിൽ, എനിക്ക് ഇച്ചിരി മോണിറ്റർ വേണം. ആത്മീയമായ അനുഭവത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ആമേൻ അതിൻ്റെ നന്മ അനുഭവിക്കുന്നത് നമ്മുടെ തലമുറകളായിരിക്കും. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം, കഴിവ് വേണ്ട, യോഗ്യത വേണ്ട, വലിയ പൊസിഷൻ വേണ്ട, വലിയ ജോലി വേണ്ട, വലിയ വരുമാനം വേണ്ട, പക്ഷെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനാണോ, നിന്നെ ഉയർത്താൻ, നിന്റെ തലമുറയെ ഉയർത്താൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് എന്നെ കേട്ടു പറയണം. ആമേൻ. ഈ ദിവസങ്ങൾ എൻ്റെ അകത്ത് വന്ന പ്രവചനദൂത് ഇതാണ്. ദൈവത്തിന് ചില തലമുറകളെ അനുഗ്രഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന മാതാപിതാക്കൾ മാനസാന്തരപ്പെട്ടേ മതിയാകൂ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. യേശുവിന്റെ സ്നേഹം അനുഭവിച്ച ഞാൻ രക്ഷിക്കപ്പെടാത്ത ഒരാളെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെടാത്ത ഒരു പിതാവിനെ കുറിച്ചോ മാതാവിനെ കുറിച്ചോ അല്ല പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത ആമേൻ മാതാപിതാക്കളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യേശുവിനെ അറിഞ്ഞ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തലമുറയുടെ നന്മകൾക്കായി നമുക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കുക. സ്തോത്രം. ആമേൻ. ഈ വചനം പരിശുദ്ധാത്മാവിന്റെ അകത്തിട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ, ഞാൻ യാത്ര ചെയ്ത തിരുവചനത്തിനകത്തൂടെ യാത്ര ചെയ്ത ഒത്തിരി മാതാക്കളുണ്ട്, ഒറ്റയ്ക്ക് വില കൊടുത്തവർ. ആ പദം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഒറ്റയ്ക്ക് വില കൊടുത്ത ഒത്തിരി മാതാക്കളെ ഇതിനകത്ത് ഞാൻ കണ്ടു. ആമേൻ ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്ത് ഉപയോഗിച്ചോട്ടെ. ചില വിധവയായ അമ്മമാർ, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, ഒരു സാഹചര്യവുമില്ല, പക്ഷേ അവർ ദൈവസന്നിധിയിൽ വില കൊടുത്തപ്പോൾ അവരുടെ മുൻപിലെ സകല പരാജയങ്ങളെയും, അവരുടെ മുൻപിലെ സകല വെല്ലുവിളികളെയും അത് സ്വർഗം അങ്ങ് ഏറ്റെടുത്തിട്ട് ആ തലമുറകളെ അത്ഭുതമാക്കി മാറ്റി. സ്തോത്രം. ഇതിനകത്ത് ഞാൻ കണ്ടു, ഞാൻ യാത്ര ചെയ്തു. ദൈവരാജ്യത്തിൽ തലമുറകളുടെ അനുഗ്രഹത്തിനു വേണ്ടി അപമാനമേറ്റ പിതാക്കന്മാർ, അപമാനമേറ്റവർ. ആമേൻ ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ കണ്ടു തലമുറകളുടെ വിടുതലിനു വേണ്ടി ദൈവസന്നിധിയിൽ സകലതും ചപ്പും ചവറുമെന്നെണ്ണിയ പിതാക്കന്മാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ആത്മാർത്ഥമായി ദൈവജനത്തോട് പ്രബോധിപ്പിക്കുകയാണ്. ചില തലമുറകളെ ദൈവത്തിന് മാനിക്കാൻ സമയമായി.
ചില തലമുറകളെ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും ഈ ദൂതേറ്റെടുത്തുകൊണ്ട് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ GCHലെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ചർച്ചിലെ എല്ലാ മക്കൾ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാ എൻ്റെ ആത്മീയ മക്കളും അനുഗ്രഹിക്കപ്പെടണം. ആ സ്ഥാനത്ത് അതിനെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകൽ മാതാവിൻ്റെ പിതാവിൻ്റെ അവിശ്വസ്തതകൾ എവിടെ? ലോകത്തിന് മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിലുള്ള അവിശ്വസ്തതകൾ ആമേൻ പരാജയങ്ങളായി, തലമുറകളുടെ പരാജയങ്ങളായി മാറുമ്പോൾ മാതാപിതാക്കളുടെ വിശ്വസ്തത അതുപോലെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു അത്ഭുതകരമായ ദൈവ സാന്നിധ്യം. വിശ്വസിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ രണ്ട് കരങ്ങളും ഒന്ന് നന്നായി ചേർത്തടിച്ച് പറ, ഈ ദിവസങ്ങൾ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ തലമുറയ്ക്കകത്ത് ദൈവത്തിൻ്റെ വലിയ കരുതൽ, ദൈവത്തിൻ്റെ വലിയ കരുതൽ, ദൈവത്തിൻ്റെ വലിയ കരുതൽ. ഹല്ലേലൂയ. ആഴത്തിൽ പരിശുദ്ധാത്മാവ് അവിടുന്ന് വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പകല് ഞാനും ഇന്ന് ഞങ്ങൾ ഇവിടെ സുവാർത്ത ദൈവസഭയുടെ ഒരു ഭവനത്തിലെ ഒരു കൂട്ടായ്മയിൽ ശുശ്രൂഷിക്കാനായി പോയി. അവിടെ പകല് നടന്ന ആ ശുശ്രൂഷയിൽ അവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു സാക്ഷ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇതുമായി കണക്റ്റഡ് ആകുകയാണ്. സ്തോത്രം. ആ പോയ ഭവനത്തിൽ 2 ആൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ വിവാഹം കഴിഞ്ഞു, റീസെൻ്റ്ലി മാരേജ് കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ ആ വീടിനകത്തുണ്ട്. സ്തോത്രം. ആ വീട്ടുകാരെല്ലാം സാക്ഷ്യത്തിന് വേണ്ടി, ഭവന പ്രാർത്ഥനയിൽ സാക്ഷ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ഒരു കാര്യം പറയാണ്, ഈ ജോസ് ബ്രദർ നാളുകൾക്ക് മുമ്പേ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താപ്പച്ച എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ വേണം, അവർ പഠിക്കുമ്പോഴും എൻ്റെ കൂടെ വേണം, ജോലി ചെയ്യുമ്പോഴും എൻ്റെ കൂടെ വേണം. അതുകൊണ്ട് പറയാ, അവരുടെ ജോലി അവരുടെ വീട്ടിലിരുന്ന് ഇപ്പോഴും അവരെന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. അതൊരു സൗദി കമ്പനിയാണ്. ആ സൗദി കമ്പനിയുടെ ജോലി, പക്ഷേ കമ്പനി ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീ സൗദിയിലേക്ക് വരണ്ട, നീ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ പാസ്റ്റർ പറയാ, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കേട്ടൊരു ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആൺപിള്ളേർ 2 പേരും വീട്ടിലുണ്ട്, മരുമകളും വീട്ടിലുണ്ട്, 3 പേരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ അതിനകത്തു നിന്നൊരു കാര്യം എടുത്തു പറയാം. ആമേൻ. ആ സാക്ഷ്യം, ആ ദൈവദാസൻ ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയാ, പിതാക്കന്മാരുടെ മാതാക്കളുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ആരായി മാറണം? ദൈവസന്നിധിയിൽ ആരായി നിൽക്കണം? വിശ്വസ്തരായി നിൽക്കണം. ആമേൻ. ഇവിടുത്തെ 1-2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ആ വാക്യത്തിനകത്ത് നിന്ന്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഒന്നും കൂടെ ഒന്ന് വായിക്കാം. അതിന്റെ ആമേൻ 10ാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് വായിച്ചോ. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിനു പകരം ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പനായ ദാവീദിനു പകരം ഞാൻ എഴുന്നേറ്റു. ആരാ പറയുന്നത്? മോനാ പറയുന്നത്. സ്തോത്രം. അതിനു മുമ്പിൽ പറയാ, എന്റെ പിതാവിനോട് അങ്ങ് ചെയ്ത വാഗ്ദത്തം പോലെ, അല്ലേ, യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ തന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എന്ത് ചെയ്തിരിക്കുക? എഴുന്നേറ്റിരിക്കുക. അപ്പൊ നോക്കി, വാഗ്ദത്തം കേട്ടൊരു പിതാവ് അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കാൻ 1 താൻ വിശ്വസ്തനായിരുന്നു, 2 താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, 3 താൻ ആരാധിക്കുന്നവനായിരുന്നു, 4 താൻ ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവനായിരുന്നു. ചേർന്ന് രാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കുക. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം എന്ത് ചെയ്തിരിക്കുക? നിവർത്തിച്ചിരിക്കുക. ഇതൊരു സാക്ഷ്യമാ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ എത്ര പേരെന്നോട് ചേർന്ന് പറയൂ, നാളുകളിൽ എൻ്റെ തലമുറകളുടെ സാക്ഷ്യം എനിക്കൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. നാളുകളിൽ എൻ്റെ തലമുറകളുടെ സാക്ഷ്യം. എന്ത് സാക്ഷ്യമാ? എൻ്റെ ദൈവം നടത്തി, എൻ്റെ ദൈവം കരുതി, എൻ്റെ ദൈവം സൂക്ഷിച്ചു, എൻ്റെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഈ സാക്ഷ്യം തലമുറകൾ പറയുന്നത് ആത്മാവിൽ കേൾക്കുവാൻ. തിരിച്ചും പറയാം, തലമുറകൾ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന കൊച്ചു കുഞ്ഞുങ്ങളടക്കം എല്ലാവരും പറയാം, അപ്പനും അമ്മയും ആത്മീയത്തിന് വില കൊടുക്കുന്നത്, ആത്മീയത്തിന് വേണ്ടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും അതിനു വേണ്ടി ജീവിക്കണം. ഒരു നല്ല ആമേൻ പറയാവോ? പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ആമേൻ പറയാവോ?
പ്രൈസലോ. ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നു എന്ന് യേശുവോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പറയണം. ആമേൻ ഹല്ലേലൂയ. 6 മാസത്തിനുള്ളിൽ വിതിൻ 6 months ആമേൻ ഹല്ലേലൂയ ചില തലമുറകളെ അസാധ്യമായ നിലയിൽ, ആർക്ക്? മനുഷ്യർക്ക്, ആർക്ക്? കുടുംബക്കാർക്ക്, ആർക്ക്? സാഹചര്യത്തിന്, ആർക്ക്? ബുദ്ധിക്ക്, ആർക്ക്? ആമേൻ നമ്മുടെ നിലവാരങ്ങൾക്ക് അസാധ്യമായ നിലയിൽ ദൈവം അവരെ ഉപയോഗിക്കാൻ പോവുക. ദൈവം അവരെ ഹോണർ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസലോ. ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോട് പറയാം, കുഞ്ഞുങ്ങളോട് പറയാം, മാതാപിതാക്കൾ ഒരു ദൈവശബ്ദം പറഞ്ഞാൽ ഒന്നുകൂടെ ദൈവശബ്ദം പറഞ്ഞാൽ അത് അതുപോലെ നമ്മൾ ഉൾക്കൊള്ളണം. 2, മാതാപിതാക്കളോട് ഞാൻ പറയാം, കുഞ്ഞുങ്ങൾ ഒരു ദൈവശബ്ദം പറഞ്ഞാൽ അത് അതുപോലെ നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുടുംബത്തിനകത്ത് ആമേൻ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ദൈവശബ്ദവുമായി നമ്മൾ കണക്റ്റഡ് ആയിരിക്കണോ. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം, വാഗ്ദത്തം ചെയ്ത ദൈവം, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ പറഞ്ഞേ, വാഗ്ദത്തം ചെയ്ത ദൈവം. വാക്ക് മാറത്തില്ല കർത്താവ്. കർത്താവ് വാക്ക് മാറത്തില്ല. മനുഷ്യരൊക്കെ വാക്ക് മാറും, സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യനെല്ലാം മാറിപ്പോവും. പക്ഷെ ദൈവം എന്ത് ചെയ്യത്തില്ല? വാക്ക് മാറത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചേർച്ചിൽ വർഷിപ്പിനൊക്കെ നിന്ന് സന്തോഷ് എന്ന് പറഞ്ഞൊരു മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. സ്തോത്രം. ഒത്തിരി സന്തോഷം തോന്നി. ആമേൻ. കാരണം ദീർഘമായ വർഷങ്ങൾക്ക് ശേഷമാണ്, കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് തൻ്റെ ഒരു കോൾ വരുന്നത്. താൻ കോള് വിളിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, യൂട്യൂബിലൂടെ അതോ ഇനി സ്റ്റാറ്റസിലാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞു, കെസിയ നിന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, എനിക്ക് പാസ്റ്ററെ വിളിക്കണമെന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയാ, കെസിയോട് പറഞ്ഞേക്കണം, ഞാനൊക്കെ ആയിരുന്നു അവിടെ കൊയറ് തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചർച്ചിൻ്റെ ഫസ്റ്റ് കൊയറ് തുടങ്ങിയതിൽ ആമേൻ ഉണ്ടായിരുന്നതാണ് സന്തോഷ് ബ്രദർ. അവൻ പറഞ്ഞു, ഞാനൊക്കെയാണ് അവിടെ കൊയറ് തുടങ്ങിയെന്ന് കെസിയോടൊന്ന് പറഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കുറേയേറെ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അന്ന് അദ്ദേഹത്തിന് 2 പെൺകുഞ്ഞുങ്ങളാണ്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നിന്ന് ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ന്യൂസിലാൻഡിലേക്ക് അവർ ഇവിടുന്ന് യാത്ര തിരിച്ചു. ആമേൻ. അതിനുശേഷം ന്യൂസിലാൻഡിൽ നിന്ന് അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ഓസ്ട്രേലിയയിലേക്ക് അവർ മൂവ് ചെയ്തിരിക്കുക. ആമേൻ ഹല്ലേലൂയ. പക്ഷേ എനിക്കതിനകത്ത് സന്തോഷം തോന്നിയ ഒരു കാര്യം, 2 പെൺകുഞ്ഞുങ്ങൾ ആമേൻ ഉള്ളൊരു സമയത്താണ്, ഒരു സാധ്യതയുമില്ലാത്ത സമയത്ത് ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ അകത്തൊരു ശബ്ദം പറഞ്ഞു, നിങ്ങളുടെ അകത്ത് ഞാൻ ഒരു ആൺ തലമുറയെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു മാനുഷികമായ സാധ്യതയുമില്ലാത്തടത്ത് ആമേൻ അദ്ദേഹം പറയാ, അന്ന് പ്രവചിച്ച പ്രവചനമാ ഈ അടുത്തിരിക്കുന്നതെന്ന്. Praise the Lord. Hallelujah. Amen. Hallelujah. ആ തലമുറയ്ക്ക് ജനിക്കാൻ മറ്റൊരു രാജ്യം ദൈവം തുറന്നു കൊടുത്തു. ആമേൻ. മറ്റൊരു രാജ്യത്തിൽ ആ തലമുറ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനകത്ത് ഞാൻ പറയാൻ വന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതവിടെ എഴുതിയിരിക്കുന്നത്, തിരുവായി കൊണ്ട് അവൻ അത് പറഞ്ഞെങ്കിൽ അത് അവൻ ഇന്ന് കാണുന്നത് പോലെ. ആമേൻ. അതാണ് സാക്ഷ്യം. ആമേൻ. ഹല്ലേലൂയ. ഇന്നലകളിൽ പറഞ്ഞത് ഇന്ന് കാണുന്നത് പോലെ എൻ്റെ ദൈവം എന്ത് ചെയ്യും? അത് നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെങ്കിൽ ആമേൻ, ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ പോകാം. ഇന്നലകളിൽ തലമുറകളോട് പറഞ്ഞതൊക്കെ ഇന്ന് എൻ്റെ ദൈവം നിവർത്തിച്ചിരിക്കുകയാണെന്ന് ഇതുവരെ കണ്ണിൽ കണ്ടില്ലെങ്കിലും ഇതുവരെ കാതിൽ കേട്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം അതിൻ്റെ ഒരു അനുഭവം മുൻപിലില്ലെങ്കിലും വിശ്വാസത്താൽ എൻ്റെ ദൈവം എൻ്റെ തലമുറയെ കുറിച്ച് എന്നോട് പറഞ്ഞത് ഞാൻ കാണുന്നു. അതെൻ്റെ ദൈവം നിവർത്തിച്ചിരിക്കുന്നു എന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ കഴിയുന്ന മക്കൾ ഇന്ന് പകൽ കരങ്ങൾ തട്ടി യെസ്, ചില തലമുറകൾ പുറത്തു വരട്ടെ, ചില തലമുറകൾ പുറത്തു വരട്ടെ. അസാധാരണമായി ദൈവിക അഭിഷേകത്തോടെ ചില തലമുറകൾ പുറത്തു വരട്ടെ. ഇനി നമ്മൾ ആ ഭാഗത്തിലൂടെ യാത്ര ചെയ്യണം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാണ്. നിങ്ങൾ എന്നെ കൂടുണ്ടോ?
ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാ. ആമേൻ, ഹല്ലേലൂയ. ഒരു രാജകീയ അഭിഷേകത്തിനു വേണ്ടി ആമേൻ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാ. പക്ഷെ ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവൻ, ഒറ്റയ്ക്ക് അഭിഷേകം പ്രാപിച്ചവൻ, ഒറ്റയ്ക്ക് ദൈവിക ആമേൻ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തവൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ദൈവം കൊടുത്തൊരു വാഗ്ദത്തം, നീ ഏറ്റെടുത്തത് നിന്റെ തലമുറയുടെ മേൽ കൈമാറുക. ചിലർ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു. സാരമില്ല കുഞ്ഞെ, ഒറ്റയ്ക്ക് അവൻ യുദ്ധം ചെയ്ത് ജയിച്ച് അതിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറിയാൽ ഇന്ന് പകൽ നിന്റെ തലമുറകൾ, നിന്റെ പിതാക്കന്മാർക്ക് ആമേൻ അസാധ്യമായത് സാധ്യമാക്കിയെടുക്കുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വമായി മാറും. ഇത് ഞാൻ പറയുമ്പോൾ ചില പെൺകുഞ്ഞുങ്ങൾ അസാധാരണമായ നിലയിൽ എന്റെ ദൈവത്താൽ ഹോണറാക്കപ്പെടുന്നത് ഈ സഭ സാക്ഷ്യം വഹിക്കൂ. ഞാൻ യേശുവിൻ നാമത്തിൽ പ്രവാചകന്റെ ഷൂവിൽ നിൽക്കുകയാണ്. പ്രവാചകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, മകളായോ മരുമക്കളായോ ചാമി പ്രയർ സെന്ററിനകത്ത് വരുന്ന നമ്മുടെ സഭയാം പെൺകുഞ്ഞുങ്ങൾ ഇതിനകത്ത് ശക്തമായ നിലയിൽ ആത്മാവിൽ ജ്വലിക്കുന്നത് കാണും 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 കാണും. ഞങ്ങളത് കണ്ടുമിരിക്കുന്നു, ഞങ്ങളത് കണ്ടുമിരിക്കുന്നു, ഞങ്ങളത് കണ്ടുമിരിക്കുന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്ക് പോരാ, ഒരിക്കൽ കൂടെ കരമടിച്ച് ശബ്ദം ഉയർത്തി റബൽ ഘടകമനാദിയാലബന റീബക്ഷാന ബൗഡവേദാരബന ധിരബനവേദാരബ അർക്കജാന റാദൽ ഘടകരഗന ധുരബനവേദാരബ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, 10ാമത്തെ വാക്യം, 6ാം അധ്യായം 10ാമത്തെ വാക്യം. ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിതിരിക്കുന്നു. ആമേൻ. സ്തോത്രം. 8ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കാമോ? എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന്, എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് ദൈവം ആരോട് പറഞ്ഞു? ദാവീദിനോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ആലയം പണിയണമെന്ന് ദൈവം ആരോട് സംസാരിക്കുക? പിതാവിനോട് സംസാരിക്കുക. അടുത്ത വായിച്ചോ. നിനക്ക് താല്പര്യമുണ്ടായല്ലോ, ഇങ്ങനെ യഹോവ പറഞ്ഞത് ചെയ്യാൻ നിനക്ക് എന്തുണ്ടായി? ആർക്കുണ്ടായി? ദൈവം പറഞ്ഞത് കേൾക്കാൻ പിതാവിന് എന്തുണ്ടായി? അവിടെ മാതാവിന്റെ പേര് പറയുന്നില്ലെങ്കിലും മാതാക്കളെ കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് അങ്ങ് പറയാ, മാതാവിന് എന്തുണ്ടായി? താല്പര്യമുണ്ടായി. ആമേൻ. എന്ത് ചെയ്യാൻ? 1, ദൈവശബ്ദം കേൾക്കാൻ. 2, ദൈവത്തിനു വേണ്ടി നിൽക്കാൻ. 3, ദൈവത്തിനു വേണ്ടി ആലയം പണിയാൻ. ആമേൻ. 4, ദൈവം പറയുന്നത് പോലെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താല്പര്യമുണ്ടായല്ലോ. അടുത്തത്, ഇങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്. എങ്ങനെ താല്പര്യം ഉണ്ടായത്? ശ്രദ്ധിച്ചേ, എന്തിന് താല്പര്യം ഉണ്ടായത്? ദൈവം പറഞ്ഞതിന് ചെയ്യാൻ, ദൈവം പറഞ്ഞത് അനുസരിക്കാൻ മാതാവിനും പിതാവിനും താല്പര്യം ഉണ്ടായത്. പറ, അവരൊക്കെ പറഞ്ഞേ. ഒന്നെങ്കിൽ നിങ്ങൾ പിണങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ പിണങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുക. ഇത് രണ്ടായാലും നല്ലതിന്. ആമേൻ പറഞ്ഞേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിണങ്ങി വരുമ്പോഴാ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലത് ചിന്തിക്കുന്നത്, അല്ലേ? സ്തോത്രം. നന്നായിട്ട് വീട്ടിൽ ഭാര്യയും ഭർത്താവും അങ്ങ് പിണങ്ങണം. രാമൻ പറഞ്ഞേ, സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഒക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പിണങ്ങണം. നന്നായിട്ട് പിണങ്ങി കഴിയുമ്പോൾ മാറിയിരുന്ന് രണ്ടുപേരും എന്ത് ചെയ്യും? ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും ഒരാൾ താഴും, അടുത്ത ആൾ ഇച്ചിരി. പറ. നല്ല കുടുംബങ്ങൾക്കായി സ്തോത്രം. എനിക്ക് ലഭിച്ച നല്ല ആത്മീയ മക്കൾക്കായി സ്തോത്രം. നല്ല സ്വഭാവമുള്ളവർക്കായി സ്തോത്രം. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ഒരാളെ കുറച്ചു നേരം ചിന്തിച്ച് കഴിയുമ്പോൾ പറയും, ഞാൻ അങ്ങ് താഴുക. ഓക്കെ, താഴും. അടുത്തയാൾ അന്നേരം എന്നെ ചെയ്യും? മിണ്ടുന്നില്ല, ഒരാൾ പോലും ഇല്ല. സ്തോത്രം. കള്ളം വെളിച്ചത്ത് വരുമെന്ന് ഓർത്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ സാധാരണ പറയുന്ന പോലെ എൻ്റെ അടുക്ക വന്നാൽ മതി. ആമേൻ. സമയം ഇല്ലെങ്കിലും കറക്റ്റായിട്ട് നിങ്ങളുടെ കുറവുകൾ ഞാൻ പറഞ്ഞു തരാം.
ആമേൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോഴും എൻ്റെ GCHലെ മക്കളാണെങ്കിലും എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ എല്ലാ ദൈവപ്രവൃത്തികളുടെയും അല്ല ദൈവിക ശബ്ദങ്ങളുടെയും തുടക്കം ബിന്ദുവിനകത്തായിരിക്കും. ആമേൻ. സംസാരിച്ച് ദൈവ ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിന്ദു പറയും, മക്കളെ വരരുത്, വരരുത്, അടുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. GCHലെ ചിലതൊക്കെ എന്താ പറയേണ്ടത്, ഓടുന്ന ഓട്ടം കാണണം. എന്നാലും ഞാൻ വിടത്തില്ല, ഞാൻ പുറകെ പോവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെന്തോ ദൈവം അകത്തിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരാമേൻ പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. ഞങ്ങളെ അതുപോലെ അറിയുന്ന ഒരു പാസ്റ്റർ ഉള്ളതിനായിട്ട് സ്തോത്രം. അറിയാം, സത്യമായിട്ട് അറിയാം. എല്ലാം പറയാത്തത് എന്നാന്ന് ചോദിച്ചാൽ, എല്ലാം പറഞ്ഞാൽ ആയുസ്സിൽ നിങ്ങൾ എന്നോട് മിണ്ടത്തില്ല. ഈ ഒരു ആയുസ്സിൽ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. പിന്നെ എനിക്ക് എളിയവനായി എനിക്ക് പറ്റുന്നത്, കർത്താവെ അതിനകത്ത് നിന്ന് എൻ്റെ ഈ മക്കളെ വിടുവിക്കണേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം അവിടെ നോക്കി, പിതാവ് താല്പര്യമുണ്ടായി. എന്തിനു താല്പര്യമുണ്ടായി പറഞ്ഞേ? ആലയം പണിയാന്നുള്ളത് മാത്രമല്ല, ആലയം പണിയണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തുണ്ട്? ദൈവശബ്ദം കേൾക്കണം, ദൈവാലോചന കേൾക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി വില കൊടുക്കണം. ചിലരൊക്കെ ചോദിക്കും, എന്നെ പൊട്ടത്തരവാടായി ചെയ്യുന്ന, എന്നെ മണ്ടത്തരവാടായി ചെയ്യുന്ന, ആമേൻ, ഹല്ലേലൂയ, ഇതൊക്കെ ചോദിക്കും. അതിൻ്റെ നടുവിൽ നിന്നാൽ, ഹലോ, താല്പര്യം ഉണ്ടായല്ലോ, അത് നല്ലത്. അടുത്ത വായിച്ചോ. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല. യെസ്. നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നിനക്ക് ജനിക്കുന്ന മകൻ തന്നെ. മകന് ചേർന്നൊരാമേ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര അപ്പന്മാർക്ക് ആഗ്രഹമുണ്ട് ഇത് കേൾക്കാൻ. ഞാൻ തുടങ്ങി വെച്ചത്, ഞാൻ സ്റ്റെപ്പ് വെച്ചത് പൂർത്തീകരിക്കാൻ അടുത്ത എഴുന്നേൽപ്പിക്കുന്ന ഒരു തലമുറ. സ്തോത്രം. നിങ്ങൾ ക്രൈസ്തവ ലോകത്തിന്റെ ഭാരതത്തിലെ സുവിശേഷ വേലകൾക്ക് വേണ്ടി ഇന്നലകളിൽ വില കൊടുത്ത മിഷണറി സംഘടനകളായി മാറിയ പല മിഷൻ മേഖലകളെയും മിഷൻ ഓർഗനൈസേഷനെയും നിങ്ങൾ നോക്കുക. ആമേൻ. വേദനയോടുകൂടെ പറയാം, ആമേൻ, ഹല്ലേലൂയ, പിതാക്കന്മാർ തുടങ്ങി വെച്ചത് കണ്ടിന്യൂ ചെയ്യാൻ പല തലമുറകളും തയ്യാറല്ല. ഹല്ലേലൂയ. പല തലമുറകളും തയ്യാറല്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആമേൻ, അവർ വേല ചെയ്യുന്നില്ല നല്ല ഞാൻ പറഞ്ഞത്, അവർ വേല ചെയ്യുന്നുണ്ട്. പക്ഷെ പിതാവിന്റെ കൂടെ നിന്ന് വേല ചെയ്യാൻ, പിതാവ് ചെയ്തത് കണ്ടിന്യൂ ചെയ്യാൻ, ആമേൻ, അങ്ങനെയല്ലാതെ അവിടെ നിന്ന് മാറിപ്പോയവർ ഒത്തിരിയാണ്. ആ മേഖല പോലും വിട്ടവർ ഒത്തിരിയാ. അതിനെ കംപ്ലീറ്റ്ലായി എന്ന് പറയേണ്ടത് ലോക്ക് ചെയ്ത് കളഞ്ഞവർ ഒത്തിരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഇവിടുത്തെ ഒരു സന്തോഷം ഞാൻ പറയാ, ആമേൻ, പിതാവ് തുടങ്ങി വെച്ചതിനെ മനഃപൂർവ്വമായി ഏറ്റെടുക്കാൻ അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വരികയാ. സ്തോത്രം. ഞാൻ ഇവിടെ പ്രവചിക്കുകയാണ്, ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ ചില പ്രാർത്ഥനകൾ നിന്റെ തലമുറ ഏറ്റെടുക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന പിതാവേ, നീ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നത് കണ്ടിന്യൂ ചെയ്യുന്ന അടുത്തൊരു തലമുറ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരികയാ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ആമേൻ, ഇവിടെ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പന്റെ സ്ഥാനത്ത് നിന്ന് നോക്കണം, അപ്പന്റെ സ്ഥാനത്ത് നിന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം പറയാ, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ വട്ടം കൂട്ടി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ആലയം പണിയേണ്ടത് ഞാൻ തന്നെയാ, ഞാൻ പണിതോളാം എന്നപ്പം പറഞ്ഞില്ല. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആമേൻ. ഒറ്റയ്ക്കൊരു വനത്തിന്റെ അകത്ത് കിടന്നു ഞാൻ 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 പ്രാർത്ഥിച്ചു, ഞാൻ ആരാധിച്ചു, ഞാൻ അവൻ ദൈവസന്നിധിയിരുന്നു. ഞാൻ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും ആരും ഉൾക്കൊള്ളാതിരുന്നിട്ട് ഞാൻ ചെയ്തെടുത്ത് വന്നത്. ആമേൻ. നീ അവിടെ നിൽക്കും, ഞാൻ പണിയാ. എൻ്റെ പൊന്നപ്പ, ദൈവശബ്ദത്തിന് നീ ചെവി കൊടുക്ക. അടുത്തത് പണിയേണ്ടത് നിന്റെ തലമുറയാണെങ്കിൽ let him build. അവൻ പണിയട്ടെ. ഹല്ലേലൂയ. ശംദൽ കമാനി. ഹല്ലേലൂയ. 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 കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ചിലരെ കർത്താവ് അസാധാരണമായി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങളുടെ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ തുറന്ന ഹൃദയത്തോടെ യേശുപ്പയുടെ രക്തത്താലും കുഞ്ഞാടിൻ്റെ വചനത്താലും ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യും.
ആമേൻ. എന്നോട് കർത്താവ് പറഞ്ഞു, ചില തലമുറകൾ ഇതിനകത്ത് നിന്ന് അസാധാരണമായി ദൈവത്താൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ദൈവകൃപയുടെ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ആമേൻ. അത് ഈ ദിവസങ്ങൾ ഞാൻ അതിനു വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ തലമുറകൾ ചിലരെ ആമേൻ ആത്മാവിൽ അതിനുവേണ്ടി ഞാൻ മോൾഡ് ചെയ്യും. ആമേൻ. പക്ഷേ ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി മാതാപിതാക്കളോട് പറയാ, എൻ്റെ കുഞ്ഞിനെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പണിയതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾ എത്ര പേർ തയ്യാറാകും? ഒന്ന് ഞാൻ പറയാം, നമ്മൾ നമ്മുടെ തലമുറകളെ ദൈവരാജ്യത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നതിനെ വിട്ടുകൊടുത്തില്ല, അവരെ ഏറ്റെടുക്കുന്ന ഒരു പൈശാചിക ലോകം നമ്മുടെ മുൻപിൽ ഉണ്ടാവും. നമ്മൾ അറിയാതെ നമ്മുടെ കൈവിട്ട് തലമുറകൾ പോകും. നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിൽ നിന്നവർ ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ അകത്തേക്ക് ഇറങ്ങും. പക്ഷെ ഇന്ന് പകൽ നമ്മുടെ സന്തോഷം എന്താണ്? ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അടുത്തൊരു തലമുറ നമ്മുടെ അകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ദാവീദിൽ നിന്നൊരു ശലോമോൻ എഴുന്നേൽക്കാൻ. ആമേൻ. ശലോമോനെ കണ്ട് അടുത്ത നിങ്ങൾ വായിച്ചേ, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ആമേൻ കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു. അടുത്ത വായിച്ചു. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം പിതാവിനോട് പറഞ്ഞത് മകന് കൈമാറി. മകൻ അത് പിതാവിനോട് പറഞ്ഞ ശബ്ദം മകൻ ഏറ്റെടുത്തു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പിതാവും മകനും ഒരുമിച്ച് അത് ഏറ്റെടുത്തു. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു. ഇനി താഴോട്ട് വേഗത്തിൽ വരണേ. ഓക്കെ. യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ്. എത്ര തലമുറകൾ റെഡിയായിന്ന് ഞാൻ തുറന്ന മനസ്സോട് പറയാം. ഈ ടാമി ചർച്ചിന്റെ ശുശ്രൂഷകൻ എന്ന സ്ഥാനത്ത് ഞാൻ പറയാം, ഞാൻ എടുത്തു വെച്ച് നിൽക്കുന്ന ഈ ബൈബിൾ സത്യമാകയാൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് ഞായറാഴ്ചകളിൽ പോലും ഫുൾ ടൈം ശുശ്രൂഷിക്കാൻ ചില തലമുറകൾ ഇതിനകത്ത് എഴുന്നേൽക്കും. അവർ ശുശ്രൂഷിക്കുന്നതിനകത്ത് എനിക്ക് ലജ്ജയില്ല, അവർ ശുശ്രൂഷിക്കുന്നതിനകത്ത് എനിക്ക് നാണക്കേടില്ല, അവർ ശുശ്രൂഷിക്കുന്നതിനകത്ത് എനിക്ക് അപമാനമില്ല. ആമേൻ ഹല്ലേലൂയ. സാംബാസ്രേക്കാൾ നന്നായി അവർ ശുശ്രൂഷിക്കുന്നു എന്ന് കേൾക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അപ്പനേക്കാൾ ശക്തമായി തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശബ്ദം സ്വർഗം എൻ്റെ അകത്തു കൈമാറിയിരിക്കുക. സ്തോത്രം. അത് ആൺകുഞ്ഞുങ്ങളാവാം, അത് പെൺകുഞ്ഞുങ്ങളാകാം. ഈ ദിവസങ്ങൾ ആത്മനിയോഗത്തിൽ ഞാൻ പറയുന്നു, ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആമേൻ എൽഡേഴ്സിന്റെ സ്ലോട്ടാണ് നെക്സ്റ്റ് സൺഡേ. പ്രൈസലോ. ഞാൻ ദൈവസഭയ്ക്കകത്ത് പറഞ്ഞു, എൽഡേഴ്സിനോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആര് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എനിക്ക് ദൈവം തരുന്ന ഒരു നിയോഗത്തിൽ ഞാൻ മെസ്സേജ് ഇടും. ആരും എന്ത് ചെയ്യരുത്, നോ പറയരുത്. സ്തോത്രം. പ്രൈസലോ. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. ഞാൻ മെസ്സേജ് ഇടുന്നവര് ഒക്കെ കറക്റ്റായിട്ട് ഒരു വിഷമവുമില്ല. ദേ ആർ സോ ഹാപ്പി. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അടുത്ത ആഴ്ചയിലും നമ്മൾ മെസ്സേജ് കേൾക്കും. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ട്. എനിക്ക് ഉറപ്പുണ്ട് അത് ദൈവം എൻ്റെ അകത്ത് കാണിച്ച എൻ്റെ അകത്ത് കാണിച്ച മുഖമാ. ആമേൻ. അത് പ്രാർത്ഥനയിൽ വരുന്ന ഒരു നിയോഗത്തിലാ. ആമേൻ ഹല്ലേലൂയ. അത് വരുന്നത് ചിലപ്പോൾ നല്ല രാത്രിയിലൊക്കെ ആയിരിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇടുന്ന സമയമൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ ആ മെസ്സേജ് കണ്ടാൽ അത് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ സമയമായെന്നർത്ഥം. ദൈവം നിങ്ങളുടെ അധരങ്ങൾക്ക് ബലം തരുമെന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യൂത്ത് ഡിസൈപ്പിൾസിന്റെ ഗ്രൂപ്പിനകത്തും യൂത്തിന്റെ സ്ലോട്ട് കഴിഞ്ഞ ദിവസം വരെ എസ്തേറാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ ഞായറാഴ്ച മുതൽ മെസ്സേജ് എടുക്കുന്ന സ്ലോട്ട് ഞാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. യൂത്ത് ഡിസൈപ്പിൾസിനകത്തും ആമേൻ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക്, ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഒക്കെ മെസ്സേജ് വരും. ഒരെണ്ണം നോ പറയരുത്. അപ്പന്മാരും മിണ്ടിയില്ല, അമ്മമാരും മിണ്ടിയില്ല, മക്കളും മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. നോ പറയാൻ സമ്മതിക്കത്തില്ല. ചേർന്നൊരാമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാവും, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയമുണ്ടാവും, നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാനുള്ള സമയമുണ്ടാവും. ശനിയാഴ്ച രാത്രി 12 മണിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഞായറാഴ്ച മെസ്സേജ് എടുക്കണമെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മാസത്തെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആമേൻ. ഒരാളോടെ പറയാനുള്ളൂ, അത് ഇന്ന് തന്നെ പറയും. ആമേൻ ഹല്ലേലൂയ. ഈ മാസത്തേത്. ആമേൻ. ബാക്കിയുള്ളത് യൂത്തിൻ്റെത് സ്ലോട്ട്. ആമേൻ. ഈ മാസത്തെ സെറ്റാണ്. ആമേൻ 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 ആമേൻ. എൽഡേഴ്സിൻ്റെ സെറ്റാണ്. അതൊക്കെ ശക്തമായിട്ട് തന്നെ, ആരും പേടിക്കണ്ട. കേൾക്കപ്പെട്ടവരൊക്കെ ഇതിനകത്തുണ്ട്. അവരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് അവർക്കായിട്ട് നമുക്കൊന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം.
Praise the Lord. Hallelujah. ഞാൻ എങ്ങും പോകാനല്ല, ഞാൻ എങ്ങും മാറിയിരിക്കാനല്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞ അടുത്ത തലമുറ എഴുന്നേൽക്കണം, അടുത്ത തലമുറ എഴുന്നേൽക്കണം, അടുത്ത തലമുറ എഴുന്നേൽക്കണം. അത് പ്രായമായവരാകാം, കുഞ്ഞുങ്ങളാകാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ യഹോവ അരുളി ചെയ്ത വചനം എന്ത് ചെയ്യുക? നിവർത്തിക്കുക. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ. ഈ പദങ്ങളാണ് അകത്ത് ഭയങ്കരമായ നിയോഗം വരുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ. ഹലോ, ചേർന്ന് രാമൻ പറഞ്ഞേ. എത്ര പേർക്കൊരു വാഗ്ദത്തം കേട്ട മക്കൾ ഇതിനകത്തുണ്ട്? മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചേ, മക്കളെ കുറിച്ച് വാഗ്ദത്തം കേട്ടവർ എത്ര പേരുണ്ട്? ശബൽ ഘടകമനാദിയാലമ. അവരെഴുന്നേൽക്കാൻ സമയമായി, അവരെഴുന്നേൽക്കാൻ സമയമായി. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഈ ചർച്ചും ഈ ചർച്ചിന്റെ പ്ലാറ്റ്ഫോമും ഈ ദൈവമക്കൾക്ക് ആത്മാവിൽ ശുശ്രൂഷിക്കാനുള്ള ഇടമാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു ദൈവ നിയോഗം നിങ്ങൾ എന്നോട് പറഞ്ഞാൽ, ആമേൻ, അത് ഞാൻ ജനത്തിന് കൈമാറുകയല്ല, അത് നിങ്ങൾ ഇവിടെ നിന്ന് കൈമാറുന്ന അടുത്തൊരു തലം അടുത്ത നാളുകളിൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന്. ഇതിനകത്ത് ചിലർ ആത്മാവിൽ എഴുന്നേൽക്കണം. സ്തോത്രം. എത്ര പേർ ഓർക്കുന്നു എനിക്കറിയത്തില്ല. ദീർഘവർഷങ്ങളായി ദൈവാത്മാവ് ദൈവസഭയെ കുറിച്ച് ഇടപെട്ടതാണ്. ഇതൊരു മിഷണറി ചർച്ചാണ്. ഇതിനകത്തു നിന്ന് അനേക ശുശ്രൂഷകർ എഴുന്നേൽക്കും. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ ആമേൻ, എന്റെ തലമുറകൾ ആലയം പണിയുന്ന ഒരു സീസൺ വരികയോ. ഈ ആലയത്തിന്റെ പണി ഇനി സാംബാസിന്റെ കയ്യിലല്ല, ഇനി ബിന്ദുവിന്റെ കയ്യിലല്ല, ഇനി അടുത്ത തലമുറയുടെ കയ്യിലാണ്. അതാണ് നിങ്ങളെന്ന് പറയാൻ ഇന്ന് പകൽ വിശ്വാസമുള്ള, ഇന്നലെ കേട്ടതുപോലെ ധൈര്യമുള്ള ദൈവമക്കൾ കരമടിച്ചു കർത്താവിനൊരു സ്തോത്രം ചെയ്താൽ. അടുത്ത വാക്യം വായിച്ചു, അടുത്ത വായിച്ചു. ആമേൻ. നിവർത്തിച്ചിരിക്കുന്ന യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ. ഈ അപ്പന്മാർക്കുള്ളൊരു, എല്ലാ അപ്പന്മാർക്കും അല്ല, ചില അപ്പന്മാർക്കുള്ള ഒരു പ്രശ്നമാണ്, തങ്ങൾക്കുള്ളതൊന്നും മക്കൾക്ക് കൊടുക്കത്തില്ല. ഹലോ, തങ്ങൾക്കുള്ളതൊന്നും പറഞ്ഞേ. സ്തോത്രം. അപ്പന്മാരിൽ നിന്നൊന്നും കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് അതിന് ആമേൻ പറയണം. ആമേൻ. സ്തോത്രം. ചിലർ പറയുന്നൊരു വാക്കാണ്, അത് വസ്തുവായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ്, കാലശേഷം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. കൊടുത്തേക്കാം. എപ്പോഴാ പറഞ്ഞേ? എന്തുകൊണ്ടാണെന്നറിയോ? അകത്തൊരു ഭയം കിടക്കുന്നുണ്ടാ. എന്താ ഭയം? പറ, എന്താ ഭയം? എനിക്ക് വയ്യാതെ വരും, എനിക്ക് ക്ഷീണമാവും, ഇവന്മാരും ഇവളുമാരും ഒന്നും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ന്യായമാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. 10 കോടി രൂപ എൻ്റെ ഉണ്ട്, അത് ബാങ്കിൽ ഞാൻ ഫിക്സഡ് ഇട്ടിരിക്കുക. എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ഒരു ക്ഷീണാവസ്ഥയാണ്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യ, എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഈ പൈസ എനിക്ക് എന്ത് ചെയ്യും? ഹലോ, കേക്ക്. ഈ പൈസ എന്നാ ചെയ്യും? 1 ഏക്കർ ലാൻഡ് എനിക്കുണ്ട്, അതിനകത്ത് നിറച്ച് റബ്ബറാ, നല്ല വിളവുള്ള. അപ്പോൾ എൻ്റെ മക്കളോട്, നല്ല പ്രായത്തിൽ മക്കളോട് പറഞ്ഞു എൻ്റെ കാലശേഷം എന്ത് ചെയ്തേക്കാം? തന്നേക്കാം. എനിക്ക് ക്ഷീണാവസ്ഥയാണ്. അതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എവിടെ? ക്ഷീണാവസ്ഥയാണ്. അപ്പോൾ അവിടെ വന്നു, ഈ 1 ഏക്കർ ലാൻഡ് നമുക്ക് എന്നാ ചെയ്യും? വെള്ളം കൊണ്ട് തരുമോ? കഞ്ഞി കൊണ്ട് തരുമോ? അപ്പോൾ അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം തന്നെ മക്കളെ നന്നായിട്ട് ദൈവത്തെ കൊടുത്ത് വളർത്തണം. ദൈവത്തെ കൊടുത്ത് വളർത്തിയാൽ ആമേൻ, തീർച്ചയായിട്ടും മാതാപിതാക്കളെ മക്കൾ എന്ത് ചെയ്യും? നോക്കുമല്ലോ? നിങ്ങൾ എന്നോട് പറ. ദൈവം ഉള്ളവനാണേ നോക്കും, ദൈവം ഉള്ളവളാണേ നോക്കും. ഇനി തിരിച്ചു പറയാം, 3 എണ്ണം വീട്ടിലുണ്ടെങ്കിൽ 2 എണ്ണം നോക്കിയില്ലെങ്കിൽ 1 എണ്ണത്തിനെങ്കിലും ദൈവം നിനക്ക് വേണ്ടി വെക്കും. ഹലോ, സ്തോത്രം. ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ പുറത്തുള്ളവർക്ക് വേണ്ടി ബൈ ഗോഡ്സ് ഗ്രേസ് പ്രാർത്ഥിക്കാൻ എൻ്റെ മുമ്പിൽ വരുന്നു. ഒത്തിരി എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കുന്നു. ചില വിഷയങ്ങൾ കേട്ടിട്ട്
ചില മിനിറ്റുകൾ അല്ല 10, 15, 20 മിനിറ്റോളം ഞാൻ സ്തംഭിച്ചിരുന്നിട്ടുണ്ട്. ഇതെന്തു സംസാരിക്കും? എനിക്ക് എൻ്റെ കഴിവിലോ എൻ്റെ അറിവിലോ എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ മേഖലകളിലും ആമേൻ ദൈവാത്മാവ് ഇടപെടുന്ന ശബ്ദം അവരുടെ ജീവിതത്തിനകത്ത് വിടുതലായി മാറിയിട്ടുണ്ട്. ആമേൻ അവരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ബ്ലെസ്സിങ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ആമേൻ നാളെ തലമുറകൾ നോക്കുമോ നോക്കണ്ടോ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മൾ ദൈവത്തെ നോക്കുക എന്നുള്ള നമ്മുടെ വിഷയം. സ്തോത്രം. നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുക? നോക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ യേശുവിനെ അറിഞ്ഞാൽ അവരുടെ അകത്ത് ഈ വചനം വെളിപ്പെടും. എന്ത് വചനം വെളിപ്പെടും? നിനക്ക് നന്മയുണ്ടാകാൻ, ദീർഘായുസ്സോടുകൂടി ഇരിക്കാൻ നിന്റെ അപ്പനെ അമ്മേ. ഇത് വായിച്ച് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. ഇത് ബൈബിളിൽ ഉണ്ടെന്നൊന്ന് ബോധ്യമാക്കിയാൽ മതി. ഇതിൻ്റെ സീരിയസ്നെസ് അവർക്ക് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇതില്ലാതെ വരുന്നതെല്ലാം തകർച്ചയിലേക്കാണെന്ന് അവനൊരു ബോധ്യം അവർക്കകത്ത് കൊടുത്താൽ അടുത്തൊരു തലമുറ തലമുറകൾ മാതാപിതാക്കളെ നോക്കുന്ന ഒരു തലമുറയായി മാറും. നമ്മുടെ കുഴപ്പമെന്നാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പറയാം, ഞാൻ എല്ലാ കുരുത്തക്കേടും കാണിക്കും, ഞാൻ എല്ലാ ഇതിനകത്ത് പോകും. എന്നിട്ട് ഞാൻ പറയാം എൻ്റെ മക്കൾ എന്നെ നോക്കണം. അത് കുഞ്ഞുങ്ങൾ നോക്കാത്തതല്ല, ദൈവം അവരെ കൊണ്ട് നോക്കിക്കാത്തതാ. ആമേൻ. കേട്ടില്ല? ദൈവം അവരെ കൊണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ, ഈ ലോകത്തിലല്ല, വരുവാനുള്ള ലോകത്തിലല്ല, എവിടെയാണെങ്കിലും നമ്മുടെ തലമുറകളെക്കാൾ നന്നായി എന്നെ നോക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചത്. ആര് പണിയണം? പറഞ്ഞേ അടുത്ത തലമുറ പണിയണം. വായിച്ചോ ഇവിടുത്തെ വ്യത്യസ്തമായ അനുഭവം. വേഗത്തിൽ പോകാം. ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിതിരിക്കുന്നു. ആലയം എന്ത് ചെയ്തിരിക്കുക? പണിതിരിക്കുക. അടുത്ത സമയം പോയി, അതുകൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പോവാം. വായിച്ചോ. യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. യഹോവ 11ാം വാക്യം സ്ക്രീനിലിട്ടെ. യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ആലയം പണിതപ്പോ ദൈവത്തിന്റെ നിയമപെട്ടകം എവിടെയുണ്ട്? ആലയത്തിനകത്തുണ്ട്. വിശദീകരിക്കുന്നില്ല. നീ പണിയുന്നതിനകത്ത് നിന്ന് ദൈവത്തിന്റെ മഹത്വം ഇരിക്കേണ്ടത് ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തത് വായിച്ചു. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് കൈമലർത്തി. ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട് താമ്രം കൊണ്ടൊരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾക്ക് ഈ വാക്ക് വായിക്കുമ്പോ എന്തെങ്കിലും ദാവീദിന്റെ ലൈഫിൽ നിന്ന് കണ്ടത് മകനിലേക്ക് കൈമാറിയതായിട്ട് നിങ്ങളുടെ അകത്തുണ്ടോ? വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാണ്. ആമേൻ. അതിന്റെ പുറത്തെ വാക്യം ഒന്നുകൂടി ഇടുക. ഇപ്പൊ വായിച്ചത് ആമേൻ ഹല്ലേലൂയ ഇടുക. ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട് താമ്രം കൊണ്ട് എന്തുണ്ടാക്കി? ഒരു പീഠം ഉണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്നു. അടുത്ത് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും മുൻപാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി. ഇനി 12ാമത്തെ വാക്യത്തിനകത്തും പറയുന്നു, സർവ്വജനവും കാൺകെ. 11. ആമേൻ ഹല്ലേലൂയ. ഓക്കെ. യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള പെട്ടകം താൻ അതിൽ വെച്ചു. അടുത്ത് അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് കൈമലർത്തി. സ്തോത്രം. സർവ്വജനത്തിന്റെയും മുമ്പിൽ നിന്ന് ആമേൻ നൃത്തം ചെയ്ത് ആരാധിക്കാൻ മടിയില്ലാത്ത ദാവീദിന്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുകയാണ്. സകല ജനത്തിന്റെയും ഇസ്രായേൽ സഭയുടെയും സമക്ഷത്തു നിന്ന് ആമേൻ അവൻ കൈമലർത്തി അവൻ ദൈവത്തെ ആരാധിച്ചു. ഞാൻ പറയൂ, അപ്പൻ ആരാധിക്കുന്നത് കണ്ടവൻ, അമ്മ ആരാധിക്കുന്നത് കണ്ടവൻ, അവൾ ദൈവത്തെ മടികൂടാതെ ആരാധിക്കാൻ.
ഉടമന. അപ്പൊ ബേസ് എവിടെ കിടക്കുന്നത്? മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നാം ദൈവത്തെ ആരാധിക്കണോ? നാം ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അത് നമ്മുടെ തലമുറകളിലേക്ക്. ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല ഈ സന്ദേശം പറയുന്നത്. ഞാൻ ആരോടുമുള്ള വ്യക്തിപരമായ ഒരു അനുഭവത്തിന് മുമ്പിലല്ല. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഈ ദിവസങ്ങൾ ചില തലമുറകൾ ഇതിനകത്ത് എഴുന്നേൽക്കണോ. ദൈവനാമത്തിൽ ശുശ്രൂഷിക്കുന്ന ചില തലമുറകൾ, ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കുന്ന ചില തലമുറകൾ, ദൈവരാജ്യത്തിന് വേണ്ടി ചിലവായി പോകുന്ന ചില തലമുറകൾ ഇതിനകത്ത് എഴുന്നേൽക്കണോ. അതിന്റെ ബേസ് ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഇടപെട്ടത് മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നാം ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കണം. അടുത്ത വായിക്കും, പെട്ടെന്ന് വായിച്ചോ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്നവനായ നിന്നെ പോലെ സ്വർഗത്തിലും. ആരാ പറയുന്നത്? മകൻ പറയുക, നിന്റെ മുൻപാകെ നിൽക്കുന്ന നിന്റെ ദാസന്മാർക്ക് വേണ്ടി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലൊരു ദൈവമെന്ന് ആരാ പറയുന്നത്? തലമുറ പറയുക. എന്റെ പൊന്നു പിതാക്കന്മാരെ, എന്റെ പൊന്നു മാതാക്കളെ, ആമേൻ, ഹല്ലേലൂയ. ലോകത്തിൽ നമ്മുടെ തലമുറ പറയേണ്ടത് ഇവിടുത്തെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് ആരാന്നല്ല, ഏറ്റവും നല്ല സിനിമാ നടൻ ആരാന്നല്ല, ഏറ്റവും നല്ല മോഡൽ ആരാന്നല്ല, ഏറ്റവും നല്ല ബിസിനസ്മാൻ ആരാണെന്നല്ല, ഏറ്റവും നല്ല ദൈവദാസൻ ആരാണെന്ന്, ദൈവത്തിന് വേണ്ടി നിന്നതാരാണെന്ന് ധൈര്യത്തോടെ പറയുന്ന ഒരു തലമുറയായി മാറട്ടെ. പ്രൊഫഷൻ എന്തുമായിക്കോട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആമേൻ, ഹല്ലേലൂയ, ക്രിക്കറ്റ് ഫീൽഡിനകത്ത് ഉയർന്നു വന്ന ഒരു ദൈവ ശബ്ദം. ആമേൻ, ശത്രു പേടിക്കണം, അവന് ഇളക്കം വരണം. ആമേൻ, യേശുവിനെ ഉയർത്തുന്നവർ എല്ലാ മേഖലകളിലും എഴുന്നേൽക്കണം. യേശുവിന്റെ സാക്ഷിയാകുന്നവർ. പക്ഷേ എനിക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ ആ കുഞ്ഞിനെ ഓർത്തുള്ള എന്റെ സല്യൂട്ട് ഇതാണ്, അവൾ ഉയർന്നിട്ടും അവൾ യേശുവിനെ മറന്നില്ല. ഇന്ന് പല തലമുറകളും എന്തിന് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനെ കയറുമ്പോൾ യേശുവിനെ മറക്കുന്ന തലമുറയുടെ കാലത്ത് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഈ കണ്ണുകൾ ദൃക്സാക്ഷിയാ, ആമേൻ, ഹല്ലേലൂയ, ഈ കാതുകൾ ദൃക്സാക്ഷിയാ. എന്നാൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, ദൈവം ഉയർത്തിയപ്പോൾ ദൈവത്തെ ഉയർക്കാൻ പറ്റാത്ത ഒരു തലമുറയായിട്ട് അവൾ മാറിയത്. അവൾ കണ്ടു ദൈവത്തെ ഉയർത്തുന്ന ഒരു പിതാവിനെ. ഇന്നത്തെ എന്റെ സന്ദേശം മറ്റൊന്നുമല്ല. എന്നോടൊപ്പം പറഞ്ഞു ചില തലമുറകൾ എഴുന്നേൽക്കണം. എന്നോട് പറഞ്ഞു, മോനെ, നീ അതിനായിട്ട് ഇടവിൽ നിൽക്കണം. എന്നോട് കർത്താവ് പറഞ്ഞു, നീ അതിനായിട്ട് ആത്മദമനം ചെയ്യണം, നീ അതിനായി ദൈവസന്നിധിയിൽ രട്ടെടുക്കണം, നീ അതിനായി ദൈവസന്നിധിയിൽ ഉപവസിക്കണം. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പറയാ, എന്റെ ശാരീരിക ബലഹീനതകൾ നോക്കാതെ ഈ ദിവസങ്ങൾ ഞാൻ ദൈവപാദമെടുത്തെങ്കിൽ ഇരിക്കും. എന്തിനു വേണ്ടി? ഇതിനകത്തു നിന്ന് ചില തലമുറകൾ ആത്മീയ ശുശ്രൂഷയിൽ എഴുന്നേൽക്കണം. അത് നിങ്ങളുടെ മകനായാൽ, നിങ്ങളുടെ മകളായാൽ, ജഡത്തിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ കുഞ്ഞായാൽ, നിങ്ങളെക്കാൾ അധികാരം ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ ഇന്നു മുതൽ ഞാൻ അത് ഏറ്റെടുക്കും. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയൂ, ആ തലമുറകൾ ദൈവസന്നിധിയിൽ ഇരിക്കണോ, അവർ ദൈവശബ്ദം കേൾക്കണോ, അവർ ദൈവ നിയോഗത്തിന് വേണ്ടി നിൽക്കണോ, അവർ ദൈവിക ആത്മീയ അനുഭവത്തിനകത്ത് മുന്നേറണോ. ഇന്ന് പകൽ അങ്ങനെ ഒരു തലമുറയെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാ. തലമുറ പറയുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവം പരിപാലിക്കുന്നവനായ നിന്നെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവമില്ല. അടുത്ത വാക്യം പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നു, വായിക്കാം. നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത കണ്ടോ പാലിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ രാത്രി മുതൽ എന്താ പറയണ്ടേ, ഒരു സൈഡ് എന്റെ വാക്കങ്ങ് ഉപയോഗിക്കുക, വട്ടുപിടിച്ച് നടക്കുക. എന്റെ മക്കള് പറയണോ, ആമേ, ഞങ്ങളുടെ പപ്പ നല്ലൊരു ദൈവദാസനായിരുന്നെന്ന്. എന്റെ ലൈഫ് ഇന്ന് മുതൽ ഇനി അതിനു വേണ്ടിയാ, മക്കളെ കൊണ്ട് പറയിപ്പിക്കാനല്ല. ആമേ, ഇവിടെ നോക്കിക്കേ, എന്റെ അപ്പൻ നിന്റെ ദാസനായിരുന്നെന്ന്. പാസ്റ്റർമാരുടെ മക്കളെന്ന് പറയാൻ ലജ്ജ തോന്നുന്ന ഒരു കാലത്ത് വന്നെത്തിയിരിക്കുക ഞാനും നിങ്ങളും. ഒരു ദൈവദാസന്റെ തലമുറയാണെന്ന് പറയാൻ മക്കൾക്ക് വിഷമമാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ ICPFന്റെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വന്ന് പറഞ്ഞു, ആമേൻ, അവർ ചില കോളേജുകളിൽ ചെല്ലുമ്പോൾ ലാസ്റ്റ് മനസ്സിലാകുന്നത് ഇതൊരു ദൈവവൈദ്യരായിരുന്നെന്ന്.
അവിടെ ഒരു ദൈവവൈദ്യനെ കിട്ടി, ഒരു വിശ്വാസിയെ കിട്ടി. അത് നിമിത്തം ചിലരെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. കോളേജൊക്കെ കഴിഞ്ഞു പോകുന്ന ലാസ്റ്റ് മൊമെന്റിൽ അറിയുന്നത് അതൊരു പാസ്റ്റർ മോനായിരുന്നു, അതൊരു വിശ്വാസിയായിരുന്നു. അവർ ഹൈഡ് ചെയ്ത് ജീവിക്കുക. പക്ഷെ ഇന്ന് പകൽ നിങ്ങൾ ആത്മാവിൽ പറയുമോ, നമ്മുടെ തലമുറ ഹൈഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു തലമുറയല്ല, ദൈവത്തിൻ്റെതാണെന്ന് വെളിപ്പെടുത്തി ജീവിക്കുന്ന അടുത്തൊരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ശലോമോൻ പറയാ, എൻ്റെ അപ്പനാണ്, നിന്റെ ദാസനാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ആ ദാസനോട് നീ ചെയ്ത വാഗ്ദത്തം എന്ത് ചെയ്തിരിക്കുക? പാലിച്ചിരിക്കുക. തിരുവായി കൊണ്ട് നീ എന്ത് ചെയ്തു? അരുളി ചെയ്തു. അത് ഇന്ന് കാണും. ആര് കാണും? അപ്പനോട് പറഞ്ഞത് തലമുറ കാണും. എത്ര അപ്പന്മാരെന്നോട് ചേർന്ന് പറയൂ, എന്നോട് ദൈവം പറഞ്ഞത് എൻ്റെ തലമുറ കാണും. എത്ര അമ്മമാരെന്നോട് ചേർന്ന് പറയൂ, എന്നോട് ദൈവം പറഞ്ഞത് എൻ്റെ തലമുറ കാണും. തലമുറയിൽ കാണും, തലമുറ കാണും, തലമുറകളിൽ വെളിപ്പെടും. ഇതിന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഈ ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് കൈമാറിയ ശബ്ദം ഇതാണ്: ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവിന് ചിലരെ വേണം. ഈ കാലഘട്ടത്തിൽ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജികൾക്കകത്തു നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുന്ന ചിലരെ കർത്താവിന് വേണം. ഈ കാലഘട്ടത്തിൽ നിയമങ്ങൾ പഠിച്ച്, ലോയ്ക്കകത്തു നിന്നുകൊണ്ട് ദൈവത്തെ ഉയർത്തുന്ന ചിലർ വേണം. എന്നോട് കർത്താവ് പറഞ്ഞ്, ഇതിനകത്തുനിന്ന് അഡ്വക്കേറ്റ്മാരായ സുവിശേഷകർ എഴുന്നേൽക്കും, ഇതിനകത്ത് നിന്ന് ഡോക്ടേഴ്സായ സുവിശേഷകർ എഴുന്നേൽക്കും. ഞാൻ യേശുവിൻ നാമത്തിൽ അതിനുവേണ്ടി കാതോർക്കുകയാണ്. ഹല്ലേലൂയ. നിയമം പഠിച്ചവരും മെഡിസിൻ പഠിച്ചവരും ഒക്കെ യേശുവിൻ്റെ വകയായി എഴുന്നേൽക്കുന്ന ഒരു സീസൺ ടാമി ചർച്ചിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എനിക്ക് പിന്നാലെ അവർ ഇതിനകത്ത് ഫുൾ ടൈം ശുശ്രൂഷകരായി, ഫുൾ ടൈം മെസ്സേജ് എടുക്കുന്നവരായി ആത്മാവിൽ മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരെന്നോട് ചേർന്നതിന് ആമേൻ പറയും. നമുക്ക് എഴുന്നേൽക്കാം ദൈവസന്നിധിയിൽ, കണ്ണുകൾ അടയ്ക്കാം.